ഗൈസ് അപ്പോൾ നമുക്കിന്ന് ജയനഗർ വരെ ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫുൾ ഇംഗ്ലീഷ് ഗൈസ്. ഞാനൊക്കെ ഈ പ്രായത്തിൽ മലയാളം പോലും അറിയാൻ നടക്കായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജയനഗർ വരെ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേര സമയത്ത് ജയനഗറിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് വളയായിരുന്നു മെയിനായിട്ട് പർച്ചേസ് ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ ഗ്രീൻ ഞാൻ അവിടുന്ന് ഓൾറെഡി മേടിച്ചു. പിന്നെ എനിക്ക് മാച്ചായ ഓറഞ്ച് നോക്കി, പക്ഷേ എനിക്ക് ഓറഞ്ച് അത്ര ഇഷ്ടമായില്ല. ഓറഞ്ചും ഗ്രീനും ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബോറാവോ തോന്നി. അങ്ങനെ കുറേ ടൈപ്പ് ഓറഞ്ചൊക്കെ അവർ കാണിച്ചെന്ന് വെച്ചാൽ ഞാനത് മേടിച്ചില്ല. ഞാൻ ആകെ മേടിച്ചത് ഗ്രീനാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കാരണം എനിക്ക് ആ വളകൾ ഭയങ്കര ഇഷ്ടമായി, പക്ഷേ മേടിച്ചില്ല ഞാൻ. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സ്ട്രീറ്റിലേക്ക് പോയി. ഡ്രസ്സിൻ്റെ സ്ട്രീറ്റിൽ പോയപ്പോൾ അത്യാവശ്യം ഒരുപാട് കുർത്തകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ജയനഗർ. അതായത് കുറച്ച് ചീപ്പ് റേറ്റിന് കിട്ടും കേട്ടോ. ഞാനങ്ങനെ പോയിട്ട് ഒരു പിങ്ക് കളർ കുർത്തി മേടിച്ചു. അങ്ങനെ അതും കൂടി സെറ്റാക്കിയിട്ട് എനിക്ക് തോന്നുന്നു 1000 rupees പിങ്ക് കളർ കുർത്തി എനിക്ക് കിട്ടി. പിന്നെ ഞാൻ അതും സെറ്റാക്കിയിട്ട് പിന്നെ അവിടെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. 150 ഒക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ചെരുപ്പിനൊക്കെ 150 ഉള്ളൂ. ഭയങ്കര ലാഭമാണ്. പിന്നെ ജയനഗർ പോണവരുണ്ടെങ്കിൽ അത് അവിടെ ജിമിക്കിൻ്റെ നല്ലൊരു ഷോപ്പുണ്ട്. എനിക്ക് കയറാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ നീ എന്താ നിന്റെ സൈസിന് ഡ്രസ്സ് ഇല്ലേ? അത് കണ്ടു. ജയനഗറിൽ ആരും സൈസിലെ ഡ്രസ്സില്ല. അത് ജീൻസും കൊണ്ടുവന്നില്ല. നോക്ക് കാണിക്കേ, അല്ലെങ്കിൽ വേണ്ട ഡ്രസ്സ് ചെയ്തിട്ട് കാണിക്കേ. പിന്നെ മിറർ കണ്ടാലും അറിയാലോ ഗൈസ്, വെറുതെ വിടില്ല. പിന്നെ അവിടെ കുറച്ച് പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ നൈക്കേൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞാനൊരു ബ്ലൂ കളർ റെയിൽ പോളിഷ് വാങ്ങിച്ചു. സ്റ്റാർട്ട് ആയി. സീ യു.